നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രഹ്ലാദചരിതമെന്ന 24-ാമത്തെ ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. ശിഖരണി വൃത്തത്തിലാണ് പ്രസ്തുത ശ്ലോകം ആചാര്യൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിഷിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ജാസൗ ഇദമിദമഭദ്രായ ദൃഢമിതി അപാകുറുവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സഹ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിः അശിഷിക്ഷത് ചിരം അമും ഗുരുപ്രോക്തം ച അസൗ ഇദം അഭദ്രായ ദൃഢം ഇതി അപാകുറുവൻ സർവം തവ ചരണഭക്ത്യാ ഏവ വവൃധേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ ദൃഷ്ട്വാ സഹ ദുഷ്ടാത്മാ ഗുരുഭിः അമും ചിരം അശിഷിക്ഷത് ഗുരുപ്രോക്തം ച അസൗ ഇദം അഭദ്രായ ദൃഢമിതി സർവം അപാകുറുവൻ തവ ചരണഭക്ത്യാ ഏവ വവൃധേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ദുഷ്ടനായ അസുരരാജാവ് ഹിരണ്യകശിപു അസുരന്മാർക്ക് പരിഹാസ്യമായ ഭഗവത് പാദ ദാസ്യഭക്തി തൻ്റെ പുത്രനായ പ്രഹ്ലാദനിൽ ദർശിച്ചിട്ട് വളരെക്കാലം തൻ്റെ പുത്രനെ അസുര ഗുരുക്കന്മാരെ വെച്ച് വിദ്യ അഭ്യസിപ്പിച്ചു. എങ്കിലും ആ ഗുരുക്കന്മാർ പഠിപ്പിച്ച വിദ്യ മുഴുവനും അപ്രയോജനമാണ് എന്ന് നിശ്ചയിച്ചുറച്ച പ്രഹ്ലാദൻ അവയൊക്കെ തള്ളിക്കൊണ്ട് ഭഗവാന്റെ ഉത്തമ ഭക്തനായി തന്നെ വളർന്നു എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.